സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒരു പുരുഷനും ഒരു സ്ത്രീയും അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നു കിട്ടാനായിട്ട് ഒരു പാർട്ട്ണറെ വേണം. സ്നേഹിച്ച് തുടങ്ങിയ നാളുകളിൽ ഒരുപാട് വാഗ്ദാനങ്ങൾ ആ പെൺകുട്ടിക്ക് കിട്ടിയിരുന്നു. ആ സ്നേഹത്തിൻ്റെ അളവ് കുറഞ്ഞത് തൻ്റെ കയ്യിലൊന്നും കൊടുക്കാനില്ലാതായപ്പോൾ സ്നേഹത്തിന് അളവ് കുറയുകയാണ്. എങ്കിലും എല്ലാം സഹിച്ച് ആ പെൺകുട്ടി ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു. ഈ സ്വഭാവത്തിന് മാറ്റമൊന്നും വരുന്നില്ല. 10-20 വർഷങ്ങൾക്ക് ശേഷവും ഇതേ സ്വഭാവം തന്നെ അദ്ദേഹം അനുകൂലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം മടുത്തിട്ട് 20 വർഷം സഹിച്ചു, ഇന്ന് മാറും നാളെ മാറുമെന്ന് വിചാരിച്ച്, പക്ഷെ നടന്നില്ല. 20 വർഷം കഴിഞ്ഞപ്പം ആ സ്ത്രീ ആ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. മറ്റുള്ളവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, എന്തുകൊണ്ടാണ് ഇത്രയും സഹിച്ചു നിന്ന നിനക്ക് ഇനിയും സഹിച്ചു നിൽക്കാൻ വയ്യേ? അടുത്ത വഴിക്ക് അവൾ പറയാണ്, ഒരുപാട് വർഷങ്ങൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നു, ഒരു ദിവസമെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. പക്ഷേ 20 വർഷത്തിന് ശേഷം അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ല. ഒരുപാട് ഞാൻ സഹിച്ചു. എൻ്റെ ഹൃദയവിശാലത കൊണ്ട് മാത്രമാണ് ഞാൻ സഹിച്ചത്. ദൈവത്തിനോടുള്ള കടപ്പാടും മനുഷ്യന്മാർ പരിഹസിക്കുമെന്നുള്ള ആ ചിന്താഗതിയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ 20 വർഷം ഞാൻ തികച്ചു നിന്നത്. ഇനി എന്നെക്കൊണ്ട് സാധിക്കില്ല, അതിനായി പോവുകയാണ്. അവരെഴുത്തെഴുതി വെച്ചിട്ടാണ് ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. ഒരു കാര്യം മനസ്സിലാക്കാം, നമ്മുടെ കൂടെ ജീവിക്കുന്നവർ നമുക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത്. ചില ഭർത്താക്കന്മാർ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ തികച്ചും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിട്ടും തൻ്റെ മക്കളെ പ്രതി ജീവിക്കുന്ന സ്ത്രീകളുണ്ട്. ആയതിനാൽ സ്ത്രീകളോട് കുറച്ച് കനിവ്, കുറച്ച് സ്നേഹം, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ഒരു അംശം കൊടുത്താൽ മതി. അവർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും. നമ്മൾ ഇട്ടിച്ച് എവിടേക്കും പോവില്ല. സ്നേഹവും സാമീപ്യവും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ചിലവഴിക്കാനുള്ള സമയവും ഇല്ലാതെ ആകുന്നു എന്ന് മനസ്സിലാകുമ്പോഴാണ് ഒരു സ്ത്രീ പടിയിറങ്ങിപ്പോകുന്നത്. അതേതൊരു പുരുഷനും മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ തിരിച്ചും തനിക്ക് ലഭിക്കുന്നില്ല തൻ്റെ ഭാര്യയുടെ സ്നേഹവും ലാളനയും അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാത്ത അവസ്ഥയൊക്കെ വരുമ്പോൾ ഭർത്താക്കന്മാരും ഉപേക്ഷിച്ചു പോകുന്നവരുണ്ട്. അതിനെ പരസ്പരം ബഹുമാനിച്ചും പരസ്പരം തുറന്നു പറഞ്ഞു ജീവിക്കാനായിട്ട് എന്ന് നമ്മൾ തയ്യാറെടുക്കുന്നുവോ അന്ന് ജീവിതം സക്സസ് ആവും. പൂർണ്ണരായിട്ടുള്ള ആരുമില്ല. ഒരാളും ഈ ജീവിതത്തിൽ പൂർണ്ണരായിട്ടില്ല. എല്ലാവർക്കും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ എവിടെ സാക്രിഫൈസ് ചെയ്യാനായിട്ട്, ത്യജിക്കാനായിട്ട് തയ്യാറാകുന്നുവോ അവിടെയാണ് ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുക. താങ്ക് യു.